തിരുവനന്തപുരം ജില്ലയുടെ തെക്കൻ തീരങ്ങളിൽ ഇന്ന് കേൾക്കുന്നത് വെറുമൊരു രാഷ്ട്രീയ പ്രസംഗമല്ല, മറിച്ച് മാറ്റത്തിന്റെ വലിയൊരു ഇടിമുഴക്കമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വികസന നായകൻ കോവളത്ത് നിന്നും അടിച്ചെടുത്ത ആ 47,000 വോട്ടുകൾ അത് വെറുമൊരു സംഖ്യയല്ല, മറിച്ച് മാറ്റം കൊതിക്കുന്നൊരു ജനതയുടെ കൃത്യമായ വികാരം കൂടിയാണ്. ആ തരംഗത്തെ വിജയത്തിരുത്തെത്തിക്കാൻ ലക്ഷ്യമിട്ട് 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം TN സുരേഷ് വീണ്ടും താമര ചിഹ്നത്തിൽ ജനവിധി തേടുകയാണ്. ഇക്കുറി കോവളം കാവിയണിയുമെന്ന് BJP ക്യാമ്പ് ഉറപ്പിച്ച് പറയുമ്പോൾ അവിടെ കൃത്യമായി ചില രാഷ്ട്രീയ കണക്കുകൾ കൂടിയുണ്ട്. 2016 32,000 വോട്ടുകൾ നേടി മണ്ഡലത്തിൽ BJPയുടെ കരുത്തറിയിച്ച സുരേഷിന് മോദി ഭരണത്തിന്റെ 10 വർഷത്തെ വികസന നേട്ടങ്ങളും രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ജനങ്ങളോടുള്ള വിശ്വാസവുമാണ് ഇന്ന് ഏറ്റവും വലിയ കരുത്ത് നൽകുന്നത്. രാജീവ് ചന്ദ്രശേഖർ തുറന്നിട്ട വികസനത്തിന്റെ വാതിലൂടെ കോവളം ഇക്കുറി സുരേഷിനെ നിയമസഭയിലേക്ക് അയക്കുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും വിലയിരുത്തുന്നത്. രാഷ്ട്രീയത്തിലെല്ലാം അപ്പുറം സുരേഷിനെ ഈ മണ്ണിൽ പ്രിയങ്കരനാക്കുന്നത് അദ്ദേഹത്തിന്റെ കായിക പശ്ചാത്തലമാണ്. മൈതാനങ്ങളിൽ പന്തുരുട്ടി വളർന്ന യുവാക്കളുടെ ആവേശമായ ഒരു ഫുട്ബോൾ താരം, ഒരു മികച്ച സ്പോർട്സ്മാൻ എന്ന നിലയിൽ യുവജനങ്ങൾക്കിടയിൽ സുരേഷിനുള്ള സ്വാധീനം ഒന്ന് വേറെ തന്നെയാണ്. മൈതാനത്തെ ആ തന്ത്രജ്ഞതയും വേഗതയും രാഷ്ട്രീയകോതയിലും അദ്ദേഹം പ്രയോഗിക്കുമ്പോൾ അത് മണ്ഡലത്തിലെ കായിക സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമായി മാറുകയും ചെയ്യുമെന്നാണ് അണികൾ പോലും വിശ്വസിക്കുന്നത്. വികസന മുരടിപ്പ് മൂലം തകർന്നടിഞ്ഞ ഗ്രാമീണ കളിസ്ഥലങ്ങളും കായികാടിസ്ഥാന സൗകര്യങ്ങളും വീണ്ടെടുക്കാൻ ഒരു സ്പോർട്സ്മാൻ തന്നെ നിയമസഭയിൽ എത്തണമെന്ന വികാരം വോട്ടർമാർക്കിടയിൽ ഇന്ന് ശക്തമായി ഉണ്ടാകുന്നുണ്ട്. കായിക മേഖലയെ വെറും വിനോദമായല്ല, മറിച്ച് യുവതലമുറയുടെ ഉന്നമനത്തുള്ള മാർഗമായി കാണുന്ന ഒരു നേതാവിനെയാണ് കോവളം ഇന്ന് തേടുന്നത്. അതേസമയം തന്നെ വികസനത്തെക്കുറിച്ച് വാചാലരാകുന്ന LDFും UDFും കോവളത്തിന്റെ മണ്ണിൽ അപ്രസക്തമാകുന്ന കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. LDFിന്റെ കഴിഞ്ഞകാല ഭരണങ്ങളിൽ കോവളം നേരിട്ട അവഗണനയുടെ കഥകൾ ഓരോ വോട്ടർമാർക്കും ഒന്നിലധികം തവണ പറയാനുമുണ്ട്. വികസനത്തിന്റെ പേരിൽ കോടികൾ പൊടിക്കുമ്പോഴും സാധാരണക്കാരന്റെ ജീവിത നിലവാരം എവിടെയും എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ്. തീരദേശവാസികളുടെ കണ്ണീരൊപ്പാൻ മാറി മാറി ഭരിച്ച മുന്നണികൾക്ക് സാധിച്ചില്ല എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യമായി ഇന്നും ബാക്കി നിൽക്കുന്നൊരു കാര്യമാണ്. സ്ഥാനാർത്ഥി ചർച്ചകളിൽ പോലും ഇടം പിടിക്കാനാവാത്ത വിധം LDF ക്യാമ്പ് ഇന്ന് നിശബ്ദമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മാത്രമല്ല, പ്രചരണത്തിൽ പോലും അവർ എങ്ങും എത്തുന്നില്ല, അവിടെ അപ്രാപ്യമായി നിൽക്കുന്ന സാഹചര്യമാണ് ഇന്ന് കോവളത്ത് കാണാൻ കഴിയുന്നത്. തോൽവി സമ്മതിച്ച മട്ടിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ എന്ന് കൂടി പറയേണ്ടി വരും. മറുഭാഗത്ത് UDF ആകട്ടെ ജനവിശ്വാസം നഷ്ടപ്പെട്ട നേതാക്കളെയും ചുമന്നുകൊണ്ട് എങ്ങോട്ട് പോകണമെന്നറിയാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാലഹരണപ്പെട്ട രാഷ്ട്രീയ തന്ത്രങ്ങൾ കൊണ്ട് BJPയുടെ മുന്നേറ്റത്തെ തടയാമെന്നത് അവരുടെ വെറും വ്യാമോഹം മാത്രമായി അവശേഷിക്കുകയും ചെയ്യും. ലോകപ്രസിദ്ധമായ കോവളം ബീച്ചും പരിസര പ്രദേശങ്ങളും ഇന്ന് അവഗണനയുടെ പടുകുഴിയിൽ വീണിരിക്കുകയാണ്. ടൂറിസം മേഖലയിലെ അനന്ത സാധ്യതകളെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാത്ത ഭരണാധികാരികളാണ് ഇവിടെ വികസന മുരടിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിദേശ സഞ്ചാരികളെ ആകർഷിക്കുന്നതിനെല്ലാം പകരം അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കാതെ തീരദേശത്തെ നശിപ്പിക്കുകയാണ് ഇടത് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നരേന്ദ്രമോദിയുടെ വികസന കാഴ്ചപ്പാടും രാജീവ് ചന്ദ്രശേഖരന്റെ സാങ്കേതിക തികവും സുരേഷിന്റെ ജനകീയതയും ഒത്തുചേരുമ്പോൾ കോവളത്തിന്റെ വിനോദസഞ്ചാര മേഖലയിൽ ഒരു വലിയ വിപ്ലവം തന്നെ സംഭവിക്കുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ ഗുണഫലങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാനും തീരദേശത്തെ സംരക്ഷിക്കാനും BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് ഇന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സദ്ഭരണം കേരളത്തിലെ വോട്ടർമാരുടെ മനോഭാവത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ വരുത്തിയിട്ടുമുണ്ട്. കേന്ദ്ര സർക്കാർ നേരിട്ട് നടപ്പിലാക്കുന്ന ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരുടെ വീടുകളിൽ എത്തുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ ഇരട്ടത്താപ്പ് ജനങ്ങൾ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുമുണ്ട്. ജാതിമത കക്ഷി രാഷ്ട്രീയത്തിനെല്ലാം അതീതമായി സുരേഷ് ലഭിക്കുന്ന സ്വീകാര്യതയ്ക്ക് പിന്നിൽ അദ്ദേഹത്തിന്റെ കുടുംബ മഹിമയ്ക്കും വലിയ പങ്കുണ്ട്. സ്വന്തം മുത്തച്ഛൻ നീലകണ്ഠ പണിക്കർ കാട്ടിക്കൊടുത്ത വിട്ടുവീഴ്ചയില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ പാതയിലൂടെയാണ് സുരേഷിന്റെ പ്രയാണം. കോവളത്തിന്റെ മണ്ണിൽ ജനിച്ചു വളർന്ന അദ്ദേഹം പാവപ്പെട്ടവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന വ്യക്തി കൂടിയാണ്. രാഷ്ട്രീയ ലാഭങ്ങൾക്കെല്ലാം അപ്പുറം തന്റെ നാടിന്റെ ഉന്നമനം ലക്ഷ്യമിടുന്ന സുരേഷിന്റെ വ്യക്തിത്വം ഇക്കുറി വോട്ടായി മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഓരോ വീടുകളും ചെല്ലുമ്പോൾ ജനങ്ങൾ നൽകുന്ന ആ ആവേശം BJPയുടെ വിജയത്തിന്റെ മുന്നോടി കൂടിയാണ്. വികസന വിരുദ്ധതയുടെയും അതുപോലെ അഴിമതിയുടെയും കുത്തരങ്ങായി മാറിയ പിണറായി സർക്കാരിനുള്ള ശക്തമായി താക്കീതാകും കോവളത്തെ ഈ ജനവിധി ഉണ്ടാക്കാൻ പോകുന്നത്. LDF UDF അവിശുദ്ധ കൂട്ടുകെട്ടുകളെ തകർത്തുകൊണ്ട് ജനകീയ കരുത്തിൽ സുരേഷ് മുന്നേറുമ്പോൾ അത് മണ്ഡലത്തിലെ ഓരോ പൗരന്റെയും വിജയം കൂടിയാണ്. തീരദേശവാസികളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്താനോ അവരുടെ തൊഴിൽ മേഖലയെ സംരക്ഷിക്കാനോ ഇത്രയും കാലം ഭരിച്ചവർക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ മത്സ്യബന്ധന മേഖലയിലെ വലിയ പദ്ധതികളും വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസനങ്ങളും സുരേഷിലൂടെ നടപ്പിലാകുമ്പോൾ കേരളത്തിന്റെ മുഖച്ചായി തന്നെ മാറുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് വെറുമൊരു വാഗ്ദാനമല്ല, മറിച്ച് മോദി ഗ്യാരണ്ടിയുടെ ഭാഗം കൂടിയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് വോട്ട് വാങ്ങുന്ന കാലം കഴിഞ്ഞുവെന്ന് ഇരു മുന്നണികളും മനസ്സിലാക്കേണ്ട കാലം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. കോവളത്തെ വോട്ടർമാർക്ക് ഇത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് തങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള പോരാട്ടം കൂടിയാണ്. 10 വർഷം നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒരു നല്ല നാളേക്കായി കോവളം തയ്യാറെടുക്കുകയാണ്. വികസനത്തിന്റെ ഡബിൾ എഞ്ചിൻ കരുത്തിൽ സുരേഷിലൂടെ താമര വിരിയുമ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ പുതിയൊരു
അധ്യായമാവുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖർ തുടങ്ങി വെച്ച വികസന വിപ്ലവം പൂർത്തിയാക്കാൻ TN സുരേഷ് തന്നെ നിയമസഭയിൽ എത്തണമെന്ന ദൃഢനിശ്ചയത്തിലാണ് ജനങ്ങൾ എല്ലാവരും ഉള്ളത്. വികസനത്തിന്റെ പുതിയ ആകാശങ്ങൾ തേടി കോവളം പറന്നുയരാൻ പോവുകയാണ്. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന, യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന, വികസനത്തിന്റെ മുൻതൂക്കം നൽകുന്ന ഒരു സർക്കാരിന്റെ ജനപ്രതിനിധിയാണ് ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. എതിരാളികൾ ബഹുദൂരം പിന്നിലായിരിക്കുന്ന ഈ പോരാട്ടത്തിൽ കോവളത്തിന്റെ ഹൃദയം സുരേഷിനൊപ്പമാണെന്ന് ഓരോ ചുവരെഴുത്തും നമ്മെ സാക്ഷ്യപ്പെടുത്തുന്നത് കൂടിയാണ്. ഒരു ഫുട്ബോൾ താരം ഗോൾ ലക്ഷ്യമാക്കി നീങ്ങുന്നത് പോലെ കൃത്യമായ ലക്ഷ്യത്തോടെയാണ് സുരേഷിന്റെ പ്രചരണങ്ങളെല്ലാം മുന്നേറുന്നത്. ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും BJP പ്രവർത്തകർ വലിയ ആവേശത്തിൽ കൂടിയാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ കോവളത്തിന്റെ തീരങ്ങളിൽ കാവിക്കൊടി പാറുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് മാറ്റത്തിന്റെ സമയമാണ്. ഇത് വികസനത്തിന്റെ സമയമാണ്. കോവളം ഇനി വികസനത്തിന്റെ പാതയിൽ മുന്നോട്ട് കുതിക്കുക തന്നെ ചെയ്യും. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ജനങ്ങൾ നൽകുന്ന ഈ മറുപടി കേരളം മുഴുവൻ അലയടിക്കുകയും ചെയ്യും. ഇന്ന് കോവളം കാണുന്നത് വലിയ തരത്തിലൊരു മുന്നേറ്റമാണ്. BJP നടത്തുന്ന ജനകീയമായ മുന്നേറ്റം. ആ ജനകീയ മുന്നേറ്റത്തിൽ മറ്റ് രണ്ട് മുന്നണികളും അപ്പാടെ പതറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇവിടെ എന്ത് തന്നെ സംഭവിച്ചാലും കോവളത്തിൽ കാവിക്കൊടി പാറുക തന്നെ ചെയ്യും. സുരേഷ് വിജയിച്ചു കയറുക തന്നെ ചെയ്യും. ഒടുവിൽ ഇവിടെ നടക്കാൻ പോകുന്നത് വലിയ തരത്തിലുള്ള പോരാട്ടമാണ്. അവിടെ LDF-ന്റെ UDF-ന്റെ മുന്നണികൾ അപ്പാടെ നിഷ്പ്രഭമായിരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. TN സുരേഷ് വലിയ തരത്തിൽ മുന്നേറി. നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ആ നിമിഷം കേരളത്തിലെ ഓരോ മണ്ഡലങ്ങളും തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കോവളം മണ്ഡലത്തിലെ ഓരോ ജനങ്ങളും TN സുരേഷിനായി വോട്ട് കുത്തുന്ന ദിനമായി മാറുന്ന കാഴ്ചയുണ്ടാകും. അവിടെ ഇനി കോവളം ഇനി കാവിക്കൊടി പാർന്ന സാഹചര്യത്തിലേക്ക് മുന്നേറുകയാണ്. കോവളം ഇനി വികസന കുതിപ്പിലേക്ക് പോവുകയാണ്. TN സുരേഷിലൂടെ കോവളം മാറും. ഒപ്പം കോവളത്തിൽ ഇതുവരെ മാറാത്ത എല്ലാം മാറി മറിയുകയും ചെയ്യും.